الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവന്റെ നിയമങ്ങൾ പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത ഒരു സഹാബിയായിരുന്നു നമുക്ക് അറിയാവുന്നതുപോലെ ബിലാൽ ഇബ്നു റബാഹ്. മക്കയിൽ അടിമയായി അബസീനിയയുടെ പാരമ്പര്യമുള്ള മാതാപിതാക്കളിൽ ജനിച്ച ഒരു കറുത്ത വർഗ്ഗക്കാരനായ ഉമയ്യത്തിന്റെ അടിമയായി മക്കയിൽ താമസിക്കുന്ന സമയത്താണ് ബിലാൽ ഇബ്നു റബാഹ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം ഉൾക്കൊള്ളുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഒരു അടിമ ഇസ്ലാം സ്വീകരിച്ചത് ഉറപ്പായിട്ട് നമുക്കൊക്കെ അറിയാം. ഒരു യജമാനെ സംബന്ധിച്ചിടത്തോളം, അന്ന് ഉമയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്തൊരു പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഉമയ്യത്ത് അത് സഹിച്ചില്ല എന്ന് മാത്രമല്ല, ഉമയ്യത്ത് അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി കഠിനമായി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ശിക്ഷിച്ചു. ആ ചരിത്രം നമ്മൾ കേട്ടതാണ്. മണലിലൂടെ, ആ ചുട്ടുപൊള്ളുന്ന മണലിലൂടെ കിടത്തിയിട്ട് നെഞ്ചിൽ വലിയ പാറക്കല്ല് കെട്ടിയിട്ട് അവിടെയുള്ള ചെറിയ പിള്ളേരെ കൊണ്ട് ആ ബിലാലിനെ ആ മണലിലൂടെ വലിച്ചു കൊണ്ടുപോവാൻ. ആ സന്ദർഭത്തിൽ അദ്ദേഹം ഉരുവിട്ട വചനം ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. അഹദ് അഹദ് അഹദ്. അല്ലാഹുവേ, നീ ഒരുവനാണ്, നീയല്ലാതെ എനിക്ക് ഒരു ആശ്രയമില്ല എന്ന് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹം ആ വേദനയുടെ സന്ദർഭത്തിലും ഉരുവിടുന്നുണ്ട്. പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു നല്ല കാലം വരികയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കുകയും അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി. അദ്ദേഹത്തിന്റെ ചരിത്രം ഇങ്ങനെ ആളുകളോട് സംസാരിക്കുന്ന സന്ദർഭത്തില് ആളുകൾ ചോദിക്കുന്നുണ്ട്, ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ആ കാലഘട്ടത്തിലെ പീഡനത്തിന്റെ വേദനയെ സംബന്ധിച്ച് തന്റെ കൂടെയുള്ള ആളുകൾ ചോദിച്ചപ്പോ അദ്ദേഹം പറയാണ്, എനിക്ക് വിശ്വാസത്തിന്റെ മാധുര്യവും പീഡനത്തിന്റെ വേദനയും എന്റെ മനസ്സിലേക്ക് ഒരേ സമയത്താണ് വന്നത്.
അത് രണ്ടും സമാസമമായി നിൽക്കണം. എനിക്ക് പീഡനത്തിന്റെ വേദന ഒരു ഭാഗത്തുണ്ട്, എന്റെ വിശ്വാസം ഉൾക്കൊണ്ടിട്ടിരിക്കുന്ന ആ വിശ്വാസത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും നല്ല ഒരു മാധുര്യവും എന്റെ മനസ്സിലുണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് വന്നപ്പോ എന്റെ വിശ്വാസത്തിന്റെ മാധുര്യം എനിക്ക് ആ വേദനയെ കീഴടക്കിയതായി എനിക്ക് അനുഭവപ്പെട്ടു എന്നാണ്. നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തൊരു നല്ല മറുപടിയാണ് ബിലാൽ ഇബ്നു റബാഹ് തന്റെ കൂട്ടുകാർക്ക് നൽകിയിരിക്കുന്നത്. അതായത് ഈമാനിൽ അടിയുറച്ച് വിശ്വസിച്ചപ്പോ അദ്ദേഹത്തിന് ഭൗതിക രംഗത്തുണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ അതൊരു പ്രയാസമായിട്ട് അനുഭവപ്പെട്ടില്ല. ഇതാണ് പറഞ്ഞത്. ഈ പ്രയാസം അനുഭവിച്ച വ്യക്തി പറയണം. നോക്കി, നമ്മൾ ഈമാനിന്റെ മാധുര്യം എന്ന് പറയുമ്പോ അതിന് മധുരമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇത്തരം സന്ദർഭങ്ങൾ വായിക്കുമ്പോഴാണ്. അദ്ദേഹം പറയാനും എനിക്കത് വേദനയായി അനുഭവപ്പെട്ടിട്ടില്ല. എനിക്ക് ആ സന്ദർഭത്തിൽ ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്ന ആ ഒരു ആദർശം അല്ലാഹുവാണ് വലിയവൻ എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ദൂതനാണെന്നും വിശ്വസിച്ചതിന്റെ പേരിലാണല്ലോ എന്നെ ഈ ശിക്ഷിക്കുന്നത്. എനിക്ക് അതിനേക്കാൾ വലുത് മറ്റൊന്നില്ല. അതുകൊണ്ട് എനിക്ക് വലുതായ അല്ലാഹുവും റസൂലും ആയതുകൊണ്ട് എനിക്ക് ഇതെല്ലാം നല്ല അനുഭവമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സലാസു മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. നോക്കി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, സലാസു മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. ഈമാനിന്റെ മാധുര്യം കാണണം. വജദ, ഈമാനിന്റെ മാധുര്യം കാണുന്ന മൂന്ന് ആളുകളുണ്ട്. മൂന്ന് കാര്യമുണ്ട്. ആ മൂന്ന് കാര്യം എന്താ? അതിൽ ഒന്ന്, ആ മൂന്ന് കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ഈമാനിന്റെ മാധുര്യം കാണുക തന്നെ ചെയ്യും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നോക്കൂ എന്താണ് പറഞ്ഞത്? അയ്യകൂനല്ലാഹ വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അതിൽ ഒന്നാമത്തേതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് പ്രവാചകൻ എണ്ണിക്കൊടുക്കുന്നത് അയ്യകൂനല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും ആയിത്തീരുക, അഹബ്ബ ഇലൈഹി, അവനിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാകുക, മിമ്മാ സിവാഹുമാ, ഇവര് രണ്ടുപേരും അല്ലാത്തതൊക്കെ ഈ രണ്ടിന് പിന്നിലാണ്. ആ രണ്ടിന് പിന്നിലായി, അല്ലെങ്കിൽ ഈ രണ്ടുപേരുമാണ് ഏറ്റവും അധികം അവർക്ക് ഇഷ്ടമായി തീരുന്നത്. ആ ആളുകൾ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ച ആളുകളാണ്. രണ്ടാമത് പറഞ്ഞു, ഒരാളെ അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവൻ, അതുപോലെ കുഫറിലേക്ക് മടങ്ങുന്ന ഒരാളെ വെറുക്കുക, അല്ലാഹുവിന് വേണ്ടി വെറുക്കുക എന്നതും ഉള്ള ഒരു മനുഷ്യൻ, അവർ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ച ആളുകളാണ്. അപ്പോ അതിലൊന്ന് പറഞ്ഞത് അല്ലാഹുവും റസൂലും എനിക്ക് ഏറ്റവും വലുതായി തീരും. ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രിയപ്പെട്ടവരെ, അവർ അനുഭവിക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ ഹലാവത്തുൽ ഈമാൻ. ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ ഈമാൻ ഉണ്ട്, ഉറപ്പാണ്. പക്ഷെ എത്രത്തോളം അത് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് വിലയിരുത്തി വയ്ക്കാം. മഹദി ഉമ്മു ഖല്ലാദ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരിക്കലും ഉഹുദ് യുദ്ധം കഴിഞ്ഞ് ആളുകൾ വല്ലാതെ പ്രയാസത്തോടു കൂടിയാണ് വരുന്നത്. ഉമ്മു ഖല്ലാദ റളിയല്ലാഹു അൻഹ അൻസാരികളിൽപ്പെട്ട പ്രമുഖയായ ഒരു സഹാബി വനിതയാണ്. അവര് ഉഹുദ് യുദ്ധം കഴിഞ്ഞ് ആളുകൾ പ്രയാസത്തോടെ, പലരും പരിക്ക് പറ്റിയൊക്കെ വരുന്നുണ്ട്. അവരോട് ആ വരുന്ന ആളുകൾ പറഞ്ഞു, ഉമ്മു ഖല്ലാദയോട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ മകനും നിങ്ങളുടെ സഹോദരനും എല്ലാവരും രക്തസാക്ഷികളായിട്ടുണ്ട്, ആ അല്ലാഹുവിന്റെ മാർഗത്തിൽ മരിച്ചു പോയിട്ടുണ്ട് എന്ന് ഇവരോട് ആളുകൾ പറയണം. ആ സന്ദർഭത്തില് ഇവർക്ക് അതിനേക്കാളൊക്കെ പ്രയാസം, അവര് ഈ സ്ത്രീകളോടൊപ്പം പ്രവാചകനെയും സംഘത്തെയും സ്വീകരിക്കാൻ വേണ്ടി, ആ പരിക്ക് പറ്റിയ ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി ഉമ്മു ഖല്ലാദ റളിയല്ലാഹു അൻഹ അവിടേക്ക് ഇങ്ങനെ പോവാണ്. ആളുകൾ പറയുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി. നമ്മൾ ആലോചിച്ച് നോക്കും,
നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ സഹോദരൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾക്ക് പ്രിയപ്പെട്ടവരെ അത് ആവശ്യമായി വരുന്ന ഓരോ ഘട്ടങ്ങളുണ്ട്. നമുക്കറിയാം, ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ഒരു സംഗതിയാണ്. ഒരു ഭർത്താവിന് ഭാര്യ അത് അവർ നഷ്ടപ്പെടുമ്പോഴാണ് അയാൾക്ക് അതിന്റെ വില അറിയാം. അതുപോലെ ഒരു സഹോദരൻ എനിക്കുണ്ടെങ്കിൽ എന്ന് നമ്മൾ വിചാരിച്ചു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ചില ആളുകൾ പറയും, മക്കൾ ഒന്നുകൂടി ഒരു 4-5 ഉണ്ടെങ്കിൽ ഹൈറായിരുന്നു, ഈ സന്ദർഭത്തിൽ അവർ ആവശ്യമുണ്ട് എന്ന് പറയുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ ആവശ്യമാണ്. ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ആവശ്യമായി വരുന്ന ആളുകൾ എല്ലാവരും മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോ ആ കേൾക്കുന്ന സന്ദർഭത്തിലും പ്രവാചകനെയും സംഘത്തെയും സ്വീകരിക്കാൻ വേണ്ടി ഉമ്മു ഖല്ലാദ റളിയല്ലാഹു അൻഹ പോവാണ്. ഖറജതു മഅൻ നിസാഇ ലിയസ്തഖബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ വേണ്ടി, ആ പരിക്ക് പറ്റിയ ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിലാണ് സ്വന്തക്കാർ മരണപ്പെട്ടു എന്നൊക്കെ ഇവരോട് പറഞ്ഞത്. ആ സന്ദർഭത്തില്, ആ ഒരു പ്രയാസത്തിന്റെ സന്ദർഭത്തിലും സ്വന്തം കുടുംബക്കാർ മരിച്ചതിന്റെ പ്രയാസമല്ല അവിടെ മുഖത്ത് വരുന്നത്. അവർ പറയാണ്, അങ്ങേയറ്റത്തെ അസ്വസ്ഥമായിട്ട് അവർ ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലിന്റെ അവസ്ഥ എന്താണ് എന്ന് സഹാബത്തിനോട് ചോദിക്കുകയാണ്. അവര് പറയുന്നു, ആളുകൾ പറഞ്ഞു, അവളോടെല്ലാം പറഞ്ഞു, അവരൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽഹംദുലില്ലാഹ് ഖൈറാണ്, ഒന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഇവര് ഈ ഉമ്മു ഖല്ലാദ അല്ലാഹുവിന് പറയാണ്, എന്നാലേ എനിക്ക് കുല്ലു മുസീബത്തിൻ ബഅദക ജലലുൻ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ ആ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ പറഞ്ഞു, എനിക്ക് നഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾക്ക് ശേഷം, നിങ്ങളെ കണ്ടതിന് ശേഷം എന്റെ മുസീബത്തൊന്നും ഒരു പ്രയാസമേ അല്ല എന്ന് ഉമ്മു ഖല്ലാദ റളിയല്ലാഹു അൻഹ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരികളെ, എന്തുകൊണ്ടാ അതാണ് ആ ഒരു അല്ലാഹും റസൂലും എന്ന് പറഞ്ഞ ആ സംഗതി അവരുടെ ജീവിതത്തിൽ വല്ലാത്ത ഒരു വില നൽകുകയും അതവർ അനുഭവിക്കുകയും ചെയ്തു എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മളിപ്പോ സംസാരിച്ചു വരുന്ന വിഷയം അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്, എനിക്കും നിങ്ങൾക്കും എത്രത്തോളം അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, റസൂലാണ് മുഹമ്മദ് എന്നതാ ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് എത്രത്തോളം പ്രവാചകന്റെ സ്ഥാനമുണ്ട്, പ്രവാചകൻ എത്രത്തോളം സ്ഥാനമുണ്ടായിരുന്നു. അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അവിടുത്തെ അബൂ സുഫിയാന്റെ ആളുകളോട് അദ്ദേഹം പറഞ്ഞ ഒരു ചരിത്രത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയാണ്, വല്ലാഹി മാ റഅയ്തു മിൻ ഖൗമിൻ ഖത്തുൻ അശദ്ദു ഹബ്ബൻ ലിസാഹിബിഹിം മിൻ അസ്ഹാബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് പ്രവാചകനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി മദീനയിലേക്ക് ആളെ പറഞ്ഞയച്ചപ്പോ അവിടെ നിന്ന് കാണുന്നത് എന്താ, ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല, ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല, ഇത്രത്തോളം ആളുകൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ ലോകത്ത് ഒരാളെയും സ്നേഹിക്കുന്ന അനുയായികൾ ഞാൻ കണ്ടിട്ടില്ല എന്ന ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അബൂ സുഫിയാൻ പറഞ്ഞ ഒരു വാക്കാണ്. പ്രിയപ്പെട്ടവർ, അങ്ങനെ ആയിരുന്നു അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ ഉർവത്ത് ബിൻ മസ്ഊദ് തിരിച്ചു വന്ന് ഖുറൈശികളോട് പറഞ്ഞെന്താ, ഖുറൈശികളുടെ പ്രതിനിധിയായി ഉർവത്തിനെ അയച്ചപ്പോ അവിടെ അദ്ദേഹം പറയാണ്, ഖുറൈശികളെ ഞാൻ കിസ്റയെയും കൈസറിനെയും നജ്ജാശിയെയും അവരുടെ കൊട്ടാരത്തിൽ വെച്ച് സന്ദർശിച്ചിട്ടുണ്ട്. കാരണം എന്താ, ഈ മക്കയിൽ നിന്ന് പലപ്പോഴും നിവേദക സംഘത്തിന്റെ പ്രതിനിധിയായി ഉർവ അന്നത്തെ ഏറ്റവും നല്ല സാഹിത്യകാരനാണ്, അതുകൊണ്ട് ഒരു ഉയർന്ന തറവാട്ടുകാരനുമാണ്. അതുകൊണ്ട് എന്നെയാണ് നിങ്ങൾ പറഞ്ഞേക്കാറുള്ളത്. അതുകൊണ്ട് ഞാൻ കിസ്റയിൽ പോയിട്ടുണ്ട്, കൈസറിൽ പോയിട്ടുണ്ട്, നജ്ജാശി രാജാവിന്റെ അടുത്ത് പോയിട്ടുണ്ട്, ആ കൊട്ടാരങ്ങളിലൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. എന്നാൽ മുഹമ്മദിന്റെ അനുയായികൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് പോലെ മറ്റാരും ആരെയും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഒരു യാഥാർത്ഥ്യമാണ്.
ഇതൊരു യാഥാർത്ഥ്യമാണ്. പ്രവാചകന്റെ കൂടെയുള്ള ആളുകൾ അവർ അങ്ങേയറ്റത്തെ സ്നേഹം പ്രവാചകനോട് നിലനിർത്തിയിട്ടുണ്ട്. അത് അവരുടെ ജീവിതത്തിലും കൊണ്ട് നടക്കുക മാത്രമല്ല അവർ ചെയ്തത്, അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി. അതായത് ഞാൻ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ ജീവിതത്തിലെ അല്ലാഹു റസൂൽ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. എന്റെ ഏത് പ്രവർത്തനമാകട്ടെ, എന്റെ എന്ത് സംഗതിയാകട്ടെ, അത് അല്ലാഹു റസൂൽ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ ആലോചിക്കും, ഈ സഹാബത്തിന്റെ സ്നേഹം, ഈ സ്നേഹം നമുക്ക് ബാധകമല്ലേ എന്ന് നമ്മൾ ഒരു ആത്മപരിശോധന, നമ്മളിലേക്ക് തന്നെ ഒരു ചിന്ത നമ്മൾ ഇട്ട് നോക്കി. പ്രവാചകനെ തന്റെ കൂടെയുള്ള സഹാബത്ത് സ്നേഹിച്ചതുപോലെ, അല്ലെങ്കിൽ പ്രവാചകനെ കണ്ട ആ സ്ഥാനം, അത്രമേൽ സ്ഥാനം നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും എത്തുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കുക. കാരണം സ്വർഗത്തിലേക്ക് കടക്കാൻ, നമ്മളിൽ നിന്നുള്ള പാപം ഒഴിഞ്ഞു പോകാൻ എന്താ അള്ളാഹു പറഞ്ഞത്? ഇവരെ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുമെന്നല്ലേ കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞില്ലേ? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. സഹോദരിമാരെ, സഹോദരങ്ങളെ, ആലോചിക്കൂ. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. അള്ളാഹുവിന്റെ റസൂൽ എന്തു പറഞ്ഞോ, എന്തൊന്ന് നമ്മോട് ജീവിതത്തിൽ കൽപ്പിച്ചുവോ, എന്തൊന്ന് ചെയ്ത് കാണിച്ചുവോ, എന്തൊന്ന് അംഗീകാരമായി പറഞ്ഞു തന്നോ, അത് നമ്മൾ സ്വീകരിക്കുക. അവിടെ ചോദ്യമല്ല ഇത് റസൂൽ അങ്ങനെ പറയൂ, റസൂൽ ഇങ്ങനെ എന്ന് പറഞ്ഞ് അവിടെ ഒരു സംശയത്തിന്റെ വകുപ്പേ ഇല്ല. റസൂലാണോ പറഞ്ഞത്, അത് ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ്, അത് ഞാൻ ചെയ്തിരിക്കും. എന്റെ എല്ലാ കാര്യങ്ങളിലും റസൂലിന്റെ കൽപ്പന, അള്ളാഹു പറഞ്ഞത് റസൂലിലൂടെ ഞാൻ കേട്ടതാണ്, അതുകൊണ്ട് റസൂലിനെ ഞാൻ അംഗീകരിക്കുമെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് ഇഷ്ടപ്പെടലാണ്. മാത്രവുമല്ല നമ്മുടെ പാപങ്ങളെല്ലാം അതുവഴി പൊറുക്കപ്പെടുകയാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യം ചൊരിയുന്നവനുമാണ്. ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇങ്ങനെ ആലോചിക്കാം, അത്രമേൽ റസൂലിനെ ഇഷ്ടപ്പെടുന്ന എന്തൊരു ത്യാഗമായിരിക്കും. നമ്മളിങ്ങനെ ആലോചിക്കും. നാളെ റസൂലിന്റെ സഹാബത്തിന്റെ അടുത്ത് നിൽക്കുമ്പോ അവരിങ്ങനെ പറയാ, ഓരോ ചരിത്രം ഇങ്ങനെ പറയാ, ഞങ്ങൾ പ്രവാചകനെ വിശ്വസിച്ചത് കൊണ്ട്, ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ട് ഞങ്ങൾ ചെയ്ത ത്യാഗം, ഇന്ന ത്യാഗങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് ത്യാഗം പറയാണ്ടാകും? നമ്മൾ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ എന്തൊരു ത്യാഗമാണ് നമുക്ക് പറയാനുണ്ടാവുക എന്ന് നമ്മൾ ആലോചിക്കണം. എനിക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ വലിയ ഒരു ബിൽഡിംഗ് നല്ല വാടകയ്ക്ക് പോകുന്ന ഒരവസ്ഥ വന്നു. അദ്ദേഹം ആ വാടക വേണ്ടെന്ന് വെച്ചു. കാരണം എന്താണ്? ആ വാടക എന്ന് പറയുന്നത് അത് ഇസ്ലാമിക വിരുദ്ധമായ ഒരു സംഗതിക്ക് വേണ്ടി കൊടുക്കുന്ന സന്ദർഭത്തിൽ കിട്ടുന്നതാണ്. അദ്ദേഹം വെച്ചെന്താണ്? വേണ്ട, ആ പൈസ എനിക്ക് വേണ്ട. നോക്കി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പറയാൻ അയാൾക്ക് ഒരു ത്യാഗത്തിന്റെ കഥയുണ്ട്. അത്രമേൽ സാമ്പത്തികമായ ഒരു വരുമാനത്തിന്റെ സ്രോതസ് മുന്നിൽ വന്നപ്പോ അദ്ദേഹം അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നവനാ. അതുകൊണ്ട് പലിശയുടെ ഒരു ഇനം വരുന്ന പണം എനിക്ക് വേണ്ട. എന്റെ റസൂൽ അത് കൽപ്പിച്ചിട്ടുണ്ട്, അതെടുക്കാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല, അത് ഞാൻ ഒഴിവാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഒരു സംഖ്യ മാറ്റി വെക്കുകയാണ്. കൊടുത്തില്ല, നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തില്ല. അതാ അങ്ങനെ ത്യാഗം പ്രിയപ്പെട്ടവരെ നമുക്ക് എത്രത്തോളം പറയാനുണ്ടാകും. ഇനി അതുപോലെ നമ്മൾ എത്ര കാര്യങ്ങളിൽ ഞാൻ മുഹമ്മദിന്റെ അനുയായി ആയതുകൊണ്ട് ഞാൻ ഈ തിന്മയിലേക്കില്ല എന്ന് പറയാൻ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക്, സഹോദരിമാരെ, സഹോദരങ്ങളെ കഴിയും? നോക്കൂ, പലപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ പലതരത്തിലുള്ള തിന്മകളിലേക്കും നമ്മൾ വിളിക്കുകയാണ്, നമ്മളെ മാടി വിളിക്കുകയാണ്. ഒരു ചെറിയ ക്ലിക്ക് മതി, പക്ഷേ നമ്മൾ അവിടെ മാറി നിൽക്കണം.
എന്റെ റസൂൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്നാലിന്റെ കാര്യങ്ങളിലേക്ക് പോകുന്നത് റബ്ബ് കാണുന്നതാണ്, റബ്ബിന് ഇഷ്ടമില്ലാത്തതാണ്, റസൂൽ നിരോധിച്ചതാണ്. അതുകൊണ്ട് എന്റെ ഇച്ഛക്ക് അത് ഇഷ്ടമാണെങ്കിലും ഞാനത് മാറ്റിവെക്കുകയാണ്, ഒഴിവാക്കുകയാണ് എന്ന് പറയാൻ സഹോദരിമാരെ, സഹോദരങ്ങളിൽ നമ്മളിൽ എത്ര ആൾക്ക് കഴിയും എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കേണ്ടതാണ്. കാരണം അങ്ങനെ റസൂലിനെ ഇഷ്ടപ്പെടുമ്പോഴേ നമുക്ക് സ്വർഗത്തിൽ എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ചെറിയ സ്ഥലമൊക്കെ വേണ്ടേ. ഒരിക്കലും ഒരു സഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖാല മത സഅതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എപ്പോഴാണ് ഖിയാമത്ത് നാള്? അപ്പോൾ റസൂൽ ചോദിക്കാണ്, മാ അഅദത ലഹാ, അതിന് സഹോദര നീ എന്താണ് അതിനു വേണ്ടി ഒരുങ്ങിയത്? ഇദ്ദേഹം ചോദിച്ച എപ്പോഴാണ് ഖിയാമത്ത് നാൾ വരിക എന്നാ. അള്ളാന്റെ റസൂലിന്റെ മറുപടി എന്താ വെച്ചോ, ആയിക്കോട്ടെ ഖിയാമത്ത് നാൾ നാളെ മറ്റാളെ വന്നോട്ടെ, ഇജെന്താ അതിനു വേണ്ടി ഒരുങ്ങിയത് എന്ന് ചോദിച്ചപ്പോ കാലത്തെ പറയാണ്, മാ അഅദതു ലഹാ കബീറ സ്വലാത്തി വലാ സൗമി വലാ സദഖ, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ അതിനു വേണ്ടി വലിയ നമസ്കാരമോ വലിയ നോമ്പോ സ്വതക്കയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, അതിന് മാത്രം നിന്റെ കയ്യിലില്ല. എന്നാൽ വലാകിന്നനി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, എന്നാൽ പ്രവാചകരെ ഞാൻ വിചാരിക്കുന്നത്, ഞാൻ എന്റെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കുന്നത്, വലാകിന്നനി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും ഞാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. റസൂലിന്റെ മറുപടി എന്താ? ഖാല അൻത മഅ മൻ അഹ്ബബ്ത, എങ്കിൽ നീ ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെങ്കിലും ഉണ്ട്. നമ്മളെ നിസ്കാരവും നോമ്പും സദഖയൊക്കെ എടുത്തു നോക്കിയാൽ ദുർബലാണ്, കുറെ പോരായ്മകളുണ്ട്. എന്നാലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അടങ്ങാത്ത സ്നേഹം പടച്ചവനോടും റസൂലിനോടും. ഏതൊരു കാര്യം എടുത്താലും റസൂലിന്റെ കൽപ്പന ഉണ്ടോ, പിന്നെ അവിടെ ഒരു സംശയം എല്ലാം ഒഴിവാക്കി. ഓ ഇജ്ജത്ത് ഒഴിവാക്കിയേ, പിന്നെ അതിങ്ങനെ ആലോചിച്ചിട്ട് ഒരു വിഷമവും അത് വേണ്ടിയില്ലായിരുന്നു എന്ന് വരാത്തവണ്ണം പിന്നെ അതിന്റെ പേരിൽ ഇല്ല, റസൂല് പറഞ്ഞതിന്റെ പേരിലാ, റസൂലിന്റെ കൽപ്പന ഉള്ളത് കൊണ്ടാ, ഖുർആൻ പറഞ്ഞതിന്റെ പേരിലാ. അതുകൊണ്ട് എനിക്ക് നഷ്ടമുണ്ടെങ്കിലും ആളുകൾ എന്നെ കളിയാക്കിയാലും വല്ലാത്തൊരു പോയത്തക്കാരനാ, ഇത്ര വലിയൊരു സാധനം കിട്ടുന്നത് ഒഴിവാക്കിയല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കിയാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് പിന്നീട് മനസ്സ് വേദനിക്കാത്ത, പിന്നീട് മനസ്സിന് വല്ലാത്ത കുത്തില്ലാത്ത അവസ്ഥയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടായി കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂല് ആ സഹാബിയോട് പറഞ്ഞതുപോലെ നമുക്ക് ആ ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ റസൂലിന്റെ കൂടെ താമസിക്കാം. വേണ്ടേ? അതിനു വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നിരന്തരമായി അള്ളാഹുവിനെയും റസൂലിനെ ഇഷ്ടപ്പെടാം. ആ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുവും മലക്കുകളൊക്കെ നബിക്ക് കാരുണ്യം കാണിക്കുന്നുണ്ട്. അല്ലാഹുവും മലക്കുകളൊക്കെ പ്രവാചകനോട് കാരുണ്യം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന്റെ മേൽ അല്ലാഹുവിന്റെ കാരുണ്യവും ശാന്തിയും ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, സ്വലാത്ത് ചൊല്ലാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെങ്കിലും ഒരു മിനിമം അള്ളാഹുവിന്റെ കാരുണ്യവും സമാധാനവും റസൂലിന് ഉണ്ടാകണേ എന്ന് നമ്മുടെ സ്നേഹത്തോടെ, എന്റെ റസൂലാണ് എനിക്ക് വലുത് എന്ന ആത്മാർത്ഥമായ മനസ്സിൽ നിന്നുകൊണ്ട് നമ്മളൊന്ന് സ്വലാത്ത് ചൊല്ലാൻ, റസൂലിന്റെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതോ മനസ്സറിഞ്ഞിട്ട്, ഒരു ഓട്ടോമാറ്റിക്കലി അല്ല, മനസ്സറിഞ്ഞിട്ട് നബിക്ക് കിട്ടണം, എന്റെ നേതാവിന് കിട്ടണം എന്ന അങ്ങേ അറ്റത്തെ ഇഷ്ടത്തോടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെയെങ്കിലും ചെല്ലാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യണം.
അള്ളാഹുവിന് ഇഷ്ടമുള്ള അവന്റെ ഏറ്റവും നല്ല അടിമയുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികൾക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹുവിനോടായിരിക്കും, പിന്നെ റസൂലിനോട്. അങ്ങനെ തന്നെയാ ഖുർആൻ പറഞ്ഞത്, വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹബ്ബില്ലാഹ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അള്ളാഹു അല്ലാത്ത ആളുകളെ സ്വീകരിക്കും, എന്നിട്ട് അവരെ ഇഷ്ടപ്പെടും. ഏതുപോലെ? അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന പോലെ. എന്നാൽ വിശ്വാസികളോ, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവർക്ക് ഏറ്റവും വലിയ ഇഷ്ടം അള്ളാഹുവിനോടായിരിക്കും. അപ്പൊ അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ ഇഷ്ടം നമുക്കുണ്ടാകണം. പക്ഷെ ആ ഇഷ്ടത്തിന്റെ സ്ഥാനത്ത് വേറെ ഇഷ്ടം കയറി കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹും റസൂലും മെല്ലെ ഇറങ്ങിപ്പോകും. ഞാൻ ദിക്ർ ഒഴിഞ്ഞ കൽബിനെ സംബന്ധിച്ച ഖുതുബയിൽ പറഞ്ഞിരുന്നു. അന്ന് അവിടെ കയറി വരുന്ന തിന്മയാണ്. എന്നാൽ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ഹൃദയം, ആ ഹൃദയത്തിൽ നിന്ന് അള്ളാഹ് റസൂൽ ഇറങ്ങിപ്പോയാൽ പിന്നെ അവിടെ വരും എന്താ വെച്ചോ, ദുനിയാവിലെ ഇഷ്ടങ്ങളാണ്. വമൽ ഹയാത്തിദ് ദുനിയാ ഇല്ലാ ലഇബുൻ വലഹുൻ വലദ്ദാറുൽ ആഖിറതു ഖൈറുൻ ലില്ലദീന യത്തഖൂന അഫലാ തഅഖിലൂൻ. ബുദ്ധിയുള്ള ആളുകൾ പറയാണ്, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ആ മനസ്സാട്ട് ഒഴിവാക്കിയാൽ പിന്നീട് നിങ്ങൾക്ക് കളിയും വിനോദവുമാകുന്ന ഈ ദുനിയാവിനെ നിങ്ങൾ അങ്ങേയറ്റം ഇഷ്ടപ്പെടും. എന്നാൽ ആലോചിച്ച് നോക്കുക, ഇത് കളിയും വിനോദത്തിന്റെയും ഒരു ലോകാണ്. എന്നാൽ വലദ്ദാറുൽ ആഖിറ, നാളെ വരാനിരിക്കുന്ന ദാറ് ഖൈറുൻ, ഇതിനേക്കാൾ, ഈ കളിയേക്കാൾ, ഈ വിനോദത്തെക്കാൾ, ഇവിടെ നിൽക്കുന്ന ഏതേത് സംഗതിയേക്കാൾ ഖൈറാണ്, നിങ്ങൾക്ക് ഉത്തമമാണ്. ലില്ലദീന യത്തഖൗന, ഈ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അപ്പൊ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതാണ് വലുത്. ഇതൊക്കെ താൽക്കാലികമാണ്. അതുകൊണ്ടാണ് ഈ ദുനിയാവിനോടുള്ള നമ്മൾ അള്ളാഹു റസൂലിനെ ഇഷ്ടം ഒഴിവാകാതെ അത് നിലനിർത്തിയിട്ടില്ലെങ്കിൽ അവിടേക്ക് കയറി വരും ദുനിയാവിന്റെ ഇഷ്ടം. പിന്നെ ദുനിയാവ് വലിയൊരു പ്രാധാന്യം, ദുനിയാവ് വലിയ പ്രാധാന്യം. പിന്നെ അതൊന്ന് ലേശം അങ്ങോട്ടും ഇങ്ങോട്ടായ ഭയങ്കര സങ്കടം. ദുനിയാവാണ് ഒരു വലുത്. അങ്ങനെയുള്ള ആളുകൾക്കോ പിന്നീട് ആ ഇഷ്ടം പോയല്ലോ, പിന്നെ ഇഷ്ടം ഏതാ? ദുനിയാവിന്റെ ഇഷ്ടം. ഓനെ കൊണ്ടുപോകുന്ന നരകത്തിലേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് ദുനിയാവിന്റെ അമിതമായ ഇഷ്ടം നമ്മുടെ മുൻഗണനാ ക്രമങ്ങളൊക്കെ തെറ്റിപ്പോകും. നമ്മൾ എന്തുകൊണ്ടാ പലതിനും നമ്മൾ പോകാത്തത്? അത് മുൻഗണനാ ക്രമം തെറ്റാണ്. അല്ലാഹു റസൂലാണ് കൽബിലെങ്കിലോ തെറ്റൂല. മുൻഗണന ആദ്യം ഓൽക്കാം, അത് കഴിഞ്ഞിട്ടാണ് അടുത്ത്. ഇത് രണ്ടും ഇറങ്ങിപ്പോയാലോ പിന്നെ ആസ്വാദനങ്ങളാ, പിന്നെ ദുനിയാവിന്റെ ഇഷ്ടങ്ങളാ. അതുകൊണ്ട് അപ്പൊ നോക്കൂ, നമ്മുടെ കളിയിൽ വരെ തീവ്രത വരെയാണ്. കളിയിൽ വരെ അതിനെങ്ങോട്ട് പ്രണയിച്ചിട്ട് അവസാനം ഉണ്ടാകാണ്, അതിന്റെ പേരിൽ റോട്ടിൽ അടിപിടിയാണ്, നാട്ടിൽ പ്രശ്നങ്ങളാണ്. ഏത്? അതിങ്ങോട്ട് അതിന്റെ ലഹരിയിലേക്ക്, അതിന്റെ ആസ്വാദനത്തിലേക്ക് ആളുകൾ മാറാണ്. ലഹരി ഒരു ഭ്രാന്താകുന്നത് പോലെ കളി ഒരു ഭ്രാന്തായി മാറുന്ന അവസ്ഥ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴൊക്കെ എന്താണ്? അല്ലാഹു റസൂലിന്റെ ഇഷ്ടം പോയി, ദുനിയാവിന്റെ ഇഷ്ടം മേൽക്കോയ്മ നേടുകയാണ്. ഇക്കൂട്ടർ, ഈ ആളുകൾ അള്ളാനെ റസൂലിനെ ഇഷ്ടപ്പെടാതെ മനസ്സിൽ മറ്റുള്ള പലതിനെയും ഇഷ്ടപ്പെടുന്ന ആളുകൾ, അവർ ഈ പളവളപ്പിനെയാണ് ഇഷ്ടപ്പെടുന്നത്. നാളത്തെ ഭാരമുള്ള ആ ദിവസത്തെ അവർ പിന്നിലേക്ക് വലിച്ചെറിയുകയാണ്. അതിനെപ്പറ്റി ഒരു ഓർമ്മയുണ്ടാവില്ല. താങ്ങാനാകാത്ത ഭാരം ചുമക്കേണ്ട നാളത്തെ ദിവസം, ഓരോന്നിനും ഉത്തരം പറയേണ്ട നാളത്തെ ദിവസം ഒരു ഓർമ്മയില്ല, അതിനെപ്പറ്റി ഒരു വിചാരമില്ല. അങ്ങനെ പോകും ഈ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ഷമയോടെ ഒരു വശത്തിൽ നിന്നുകൊണ്ട് ഏതിലും അമിതമാവാതെ ഏറ്റവും എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനെയും റസൂലിന്റെയും കൽപ്പനകളെ ജീവിതത്തിൽ നെഞ്ചോട് ചേർക്കുന്ന, നമ്മുടെ ജീവിതത്തോട് ചേർക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ കൊണ്ടുപോകാൻ, പ്രത്യേകിച്ചും ചെറുപ്പക്കാരികളൊക്കെ ആ വിഷയത്തിൽ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ
വേദന കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. അല്ലാഹുവേ അവരുടെ വേദനകളെല്ലാം നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ നമ്മുടെ കൂട്ടത്തിലെ പല സഹോദരങ്ങളും സഹോദരിമാരും മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരാണ്. അല്ലാഹുവേ നീ രോഗം മാറ്റുന്നവരാണ്, നിനക്ക് മാറ്റാൻ കഴിയും. അല്ലാഹുവേ അവർ അനുഭവിക്കുന്ന എല്ലാത്തരം പ്രയാസങ്ങളിൽ നിന്നും അവർക്ക് നീ ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി ഏറെ കഷ്ടപ്പെട്ടവർ എന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുകയാണ്. പ്രായാധിക്യമുള്ള ഒരുപാട് രോഗങ്ങളുണ്ട്. അല്ലാഹുവേ മാനസികവും ശാരീരികവുമായി പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗത്തെ നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. അവർക്ക് നീ ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ തരത്തിലുമുള്ള രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമുക്തി നൽകി ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സിനെ അവർക്ക് നീ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മക്കളിലൂടെ, ഭാര്യമാരിലൂടെ, ഭർത്താക്കന്മാരിലൂടെ, കൂട്ടുകുടുംബാംഗങ്ങളിലൂടെ എല്ലാം കൺകുളിർമ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും നീ പൂർത്തീകരിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.